വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പോരായ്മ എന്തായിരുന്നുവെന്ന് ആ കാലഘട്ടത്തിൽ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതെല്ലാം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ സ്ഥലത്ത് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. അതെല്ലാം ഈ വർഷം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങളെടുത്ത് ഒന്ന് ഗതാഗത യോഗ്യമാക്കി മുഴുവൻ റോഡുകളും മാറ്റി തീർക്കുന്ന ആദ്യത്തെ പ്രക്രിയ ആരംഭിച്ചു. രണ്ടാമതായി ആവശ്യത്തിന് ജലം ലഭിക്കാൻ ഇടവരുത്തക്ക സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയായി ബന്ധപ്പെട്ട് ആ വകുപ്പിൽ നിന്നുള്ള ഇടപെടൽ ആദ്യഘട്ടത്തിലുണ്ടായി. റവന്യൂവുമായി ബന്ധപ്പെട്ട് അവരേതെല്ലാം മേഖലകളിലാണോ ശ്രദ്ധിക്കേണ്ടത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അത്തരം കാര്യങ്ങളിൽ അവർ ശ്രദ്ധിച്ച് മുന്നോട്ട് വന്നിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പും അതോടൊപ്പം അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളുടെ സഹായത്തോടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി എടുക്കേണ്ട എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണോ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ചെയ്യേണ്ടത് എന്ന് പോലീസ് അടക്കം നിർദ്ദേശിച്ചപ്പോൾ ആ നിർദ്ദേശങ്ങൾ 1 by 1 നടപ്പിലാക്കാൻ വേണ്ടി കാലകൂട്ടി തുടക്കം കുറിച്ചു. അതിലൊന്നാണ് നിലയ്ക്കൽ ജർമ്മൻ പന്തൽ 17,000 സ്ക്വയർ ഫീറ്റ് സ്ഥാപിച്ചു. പമ്പയിൽ 20,000 സ്ക്വയർ ഫീറ്റ് ജർമ്മൻ പന്തൽ സ്ഥാപിച്ചു. ഈ 2 കേന്ദ്രങ്ങളിൽ കൂടിയായിട്ട് ഏതാണ്ട് 7,000-ഓളം പേർക്ക് വിരിവയ്ക്കാൻ കഴിയുന്ന സൗകര്യങ്ങളുണ്ടായി. ഇതിനു പുറമെ സന്നിധാനത്തിൽ മുമ്പ് ഉപയോഗിക്കാതെ കിടന്നിരുന്ന ചില മേഖലകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ മാറ്റി തീർത്ത് അവിടെയും കൂടുതൽ തീർത്ഥാടകർക്ക് നിൽക്കാനും ഇരിക്കാനും വിരിവയ്ക്കാനുമുള്ള സൗകര്യങ്ങളായി. പമ്പയിൽ തന്നെ ഒരു 7,000-ൽ പരം പേർക്ക് മഴ നനയാതെ വെയിൽ കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കിയിരുന്നു. നിലയ്ക്കലിൽ പാർക്കിംഗ് സൗകര്യം വിപുലീകരിച്ച് 2,500-ൽ പരം വാഹനങ്ങൾക്ക് പുതിയതായി സൗകര്യമൊരുക്കി. എരുമേലിയിൽ ഏതാണ്ട് 6 ഏക്കർ സ്ഥലം ഭവന നിർമ്മാണ ബോർഡിന്റെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇടപെട്ട് നമുക്ക് വിട്ടുതന്നു. അതേറെ സഹായകരമായി പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യമുണ്ടായി. അതേപോലെ തന്നെ പമ്പയിൽ വരെ ചെറുവാഹനങ്ങൾക്ക് പോകാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അനുമതി തന്നപ്പോൾ ചെറിയ വാഹനങ്ങൾ അവിടെ വരെ എത്താനുള്ളതൊരു സൗകര്യം പ്രയോജനകരമായി മാറി. മരക്കൂട്ടം മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിൽ കയറി വരുന്ന ഭക്തർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ബെഞ്ചുകൾ ഉണ്ടാക്കിക്കൊണ്ട് സൗകര്യപ്പെടുത്തിയിരുന്നു. സന്നിധാനത്തിൽ എത്തിച്ചേരുന്ന ഓരോ ഭക്തനും അവർക്ക് ചുക്കുകാപ്പിയും ബിസ്ക്കറ്റും അടക്കം ലഘുഭക്ഷണം കൊടുത്ത് അവരെ ക്യൂവിൽ നിൽക്കുമ്പോൾ വിഷമിക്കാതെ സഹായിക്കുന്ന സാഹചര്യം സംജാതമാക്കി. അന്നദാനത്തിന് വേണ്ടി ഏതാണ്ട് നല്ല സംവിധാനം ഒരുക്കി ഒരു 30 ലക്ഷത്തിലേറെ ആളുകൾ അന്നദാനത്തിൽ ഭാഗവാക്കായിട്ടുണ്ട്. ഇതിനു പുറമെ അവസാന ഘട്ടങ്ങളിൽ മകരവിളക്കിന്റെ സന്ദർഭത്തിൽ ഏതെങ്കിലും പർണശാലകൾ കെട്ടി തീയുണ്ടായാൽ അതൊരു പ്രശ്നമാകുമല്ലോ എന്ന് മുന്നൊരുക്കുന്നതിന്റെ ഭാഗമായി ആലോചിച്ച് ആ തീ ഒഴിവാക്കാൻ വേണ്ടി ഭക്ഷണം പാകം ചെയ്യാൻ പൂർണ്ണമായി നിരോധിച്ചതിന് ശേഷം പർണശാലകളിൽ കഴിഞ്ഞ മുഴുവൻ ഭക്തന്മാർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ദൗത്യം ബോർഡ് ഏറ്റെടുത്തു. അത് വലിയ രൂപത്തിലുള്ള ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ്. വ്യൂ പോയിന്റുകളെല്ലാം കാലകൂട്ടി പോലീസ് ശ്രദ്ധിച്ച് അവിടെ കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിലോ മരങ്ങളുടെ മുകളിലോ ആളുകൾ കയറിയിരുന്ന് മകരജ്യോതി കാണാനുള്ള നീക്കം ഉണ്ടാവരുതെന്നുള്ള മുൻകരുതൽ സ്വീകരിച്ചിരുന്നു. ഇതിനു പുറമെ എല്ലാവർക്കും സമയബന്ധിതമായി ദാഹജലം ലഭിക്കാൻ, അതോടൊപ്പം അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അരവണയും അപ്പവും ലഭിക്കാൻ വൃശ്ചിക 1 തന്നെ 40 ലക്ഷത്തോളം ടീം ബഫർ സ്റ്റോക്ക് ഉണ്ടാക്കി മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പരാതിയും അരവണ കിട്ടിയില്ല അല്ലെ അപ്പം കിട്ടിയില്ല എന്ന രൂപത്തിൽ വന്നില്ല. അത് കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞു. ഇതിനെല്ലാത്തിനും പുറമെ 80,000 ആയിരുന്നു ആദ്യം നമ്മൾ നിശ്ചയിച്ചിരുന്ന വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിംഗ് കൂടി ആകെ തുകയെങ്കിൽ അത് മറികടന്ന് 90,000 പേർ വന്ന ദിവസങ്ങളുണ്ട്. 1,80,000 പേർ വരെ വന്ന ദിവസങ്ങളുണ്ട്. പക്ഷേ ഇത്രയും ആളുകൾ വന്നിട്ടും അവിടെ ക്രൗഡ് മാനേജ്മെന്റ് വളരെ ഫലപ്രദമായി നിർവഹിക്കാൻ പോലീസിന് കഴിഞ്ഞത് അവർ കാലകൂട്ടി കണ്ട ചില കാര്യങ്ങളായിരുന്നു. അത് നമ്മളെല്ലാമായി കൂടിയാലോചിച്ചപ്പോൾ നടത്തിയിട്ടുള്ള ചില നീക്കങ്ങൾ, വാഹനങ്ങളുടെ പാർക്കിംഗ് ആയിരുന്നാലും അതേപോലെ തന്നെ അവരെ ഇങ്ങോട്ട് ക്യൂ ആയിട്ട് കയറ്റിവിടുന്നതായിരുന്നാലും ഓരോ ഘട്ടങ്ങളിലും സന്നിധാനത്തിൽ നിൽക്കുന്ന ഓഫീസർമാരും പമ്പയിലെ ഓഫീസർമാരും നിലയ്ക്കലെ ഓഫീസർമാരും എരുമേലിയിലെ ആളെല്ലാം പരസ്പരം ഒരേ മനസ്സോടുകൂടി സമയബന്ധിതമായി ആശയവിനിമയം നടത്തിയ അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി ഫലപ്രദമായി ആ ക്രൗഡ് മാനേജ്മെന്റ് നിയന്ത്രിച്ചിരുന്നു. ഇതിലെല്ലാത്തിലും പ്രാധാന്യത്തോടു കൂടി ഞങ്ങൾ കണ്ട ഒരു കാര്യം, 18-ാം പടി കയറി വരുന്ന ഏതൊരു ഭക്തനും വളരെ വിഷമത്തോടു കൂടിയാണ് കയറി വരുന്നത്. അവസാനം പോലീസിന്റെ ഒരു സഹായത്തോടു കൂടിയാണ് അവസാനത്തെ പടി കയറി സന്നിധാനത്തിലേക്ക് കടക്കുക. മുമ്പത് വടത്തിൽ ഞാൻ നിന്നാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം അതിന് പരിഹാരമുണ്ടായി. അവർക്ക് ഇരുന്ന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഒരു മിനിറ്റിൽ 65 പേർ കയറിയിരുന്ന ഈ വർഷം 85-90 പേർ വരെ കയറി എന്നുള്ളത് വലിയ രൂപത്തിലുള്ള മാറ്റം ഉണ്ടാക്കിയ ഒരു ഘടകമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.